ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ്. അതായത് ഞങ്ങളുടെ ഓൾഡ് ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വ്ളോഗ്. അതിനോടൊപ്പം തന്നെ ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ക്ലാസ്സിലെ സൈറയുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ അൻസാരിയുടെ വീട്ടിലൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിനു മുമ്പ് 3-4 പ്രാവശ്യം ഗെറ്റ് ടുഗദർ വെച്ചപ്പോഴും അൻസാരി വന്നിട്ടുണ്ടായിരുന്നില്ല. അൻസാരി ദുബായിലാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അൻസാരി ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഒരു ഗെയിമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു കാർഡ് വെച്ചിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ എല്ലാവർക്കും കാർഡ് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അറിയാത്തവർക്ക്. അപ്പോൾ ഇത് എന്നിട്ട് ഓരോ നമ്പർ പുള്ളി വായിക്കും. ആ നമ്പർ നമ്മളുടെ കാർഡിലുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ഒരേ ലൈന് എല്ലാ നമ്പറും ഒത്തു വരികയാണെങ്കിൽ അവർക്ക് പ്രൈസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന നമ്പറുകളൊക്കെ ശരിയാണോ എന്നുള്ളത് നോക്കുകയാണ്, മാച്ച് ആവണമെന്നുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഞങ്ങൾ ഡിഗ്രി പഠിച്ചതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ കാണുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ശരിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മീറ്റിംഗ് വെക്കും, കാണാറുണ്ട്. അപ്പോൾ ഈ കളീനെ പറ്റി ചിലവരിങ്ങനെ കമൻ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വളരെ രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം. നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഫ്രണ്ട്സായിട്ട് വെക്കുമ്പോൾ ശരിക്കും എല്ലാവർക്കും മനസ്സിന് നല്ലൊരു സന്തോഷമാണത്. കാരണം എല്ലാവരും ഈ ഫാമിലിയുടെ തിരക്കും കാര്യങ്ങളുടെ ഇടയിൽ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദർ ഫ്രണ്ട്സായിട്ട് വെക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഗെയിമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അതെല്ലാവരും കഴിക്കുകയാണ്. അൻസാരിയുടെ ഭാര്യ നല്ല സ്നാക്സും അതുപോലെ ഡെസേർട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ 2-3 പേര് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിള്ളേരൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ 1-2 പേര് പുറത്തുനിന്ന് ഇപ്പോൾ വന്നതാണ്. പിന്നെയും ഒരു 3-4 പേരും കൂടി ഉണ്ട് ഗ്രൂപ്പിൽ കേട്ടോ. അവർക്ക് എല്ലാവർക്കും കൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഒരു ഗെയിമിൽ വിൻ ചെയ്തത് 5 പേരാണ്. അപ്പോൾ അവർക്കൊരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചായയുടെ കഴിഞ്ഞിട്ട് അൻസാരി അതൊക്കെ നേരത്തെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് പേര് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. കാരണം ഇതൊക്കെ നമ്മൾക്ക് ഇടയ്ക്ക് കാണുമ്പോൾ നല്ലൊരു ഓർമ്മയാണല്ലോ, പഴയ ഫ്രണ്ട്സായിട്ടുള്ളൊരു മീറ്റിങ്ങൊക്കെ. ഇതുപോലെ ഇടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ എല്ലാവരും വീട്ടിലെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് വരാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇടയ്ക്കല്ലേ ഇതുപോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത്തിരി സുലൈമാനിയൊക്കെ കുടിക്കുകയാണ് എല്ലാവരും. അതിന് ശേഷമാണ് ഇപ്പോൾ പ്രൈസ് ഒക്കെ എടുത്തു വെക്കുകയാണ് അൻസാരി. അപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിക്കുകയാണ്, പ്രൈസ് കിട്ടിയവരുടെ. 5 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് പേര് വിളിച്ച് എൻ്റെ അൻസാരിയുടെ മക്കളെ കൊണ്ടും മരുമക്കളും അതുപോലെ ഭാര്യയൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നൊരു വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. ഉണ്ണിയപ്പം നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. കേരളക്കാരുടെ ഒരു ഒരു പലഹാരം, പഴയ ഒരു പലഹാരമാണിത്. പല രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഞാനൊരു 2 ചെറുപഴം എടുത്താൽ മതി. അപ്പോൾ ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിന് 1/2 കപ്പ് അരിപ്പൊടി. എത്രയോ മൈദ എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് അരിപ്പൊടി എടുക്കുക. അതിലും കുറവായിട്ട് 1/4 കപ്പ് റവ എടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ, അരിപ്പൊടി, റവ ഇത് 3ഉം അത് അതിൻ്റെ അളവ് ശരിക്കും എഴുതുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കി നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് മധുരം പാകത്തിനായിട്ട് കലക്കിയെടുക്കുക, കുഴച്ചെടുക്കുക. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഉണ്ണിയപ്പത്തിന് പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിരിക്കും, അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മാവ് കലക്കിയെടുക്കണം. മധുരമൊക്കെ നമ്മളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും അതുപോലെ ചെറിയ ജീരകവും കൂടെ വറുത്ത് പൊടിച്ചിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും ഇതിലേക്ക് ഇത് ചേർക്കുമ്പോൾ. വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്ത് പാകത്തിന് മാവ് തയ്യാറാക്കുക. ഇനി ഇതിലേക്ക് എള്ള് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്ത എള്ളാണ് കേട്ടോ. എള്ളിൽ എപ്പോഴും മണ്ണുണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കണം.
ഉണ്ണിയപ്പത്തിലേക്ക് എള്ള് ചേർക്കുന്നത് നല്ലതാണ്. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത് എള്ള് കൂടി കഴിക്കുമ്പോൾ അത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് മാവ് അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂറാകുമ്പോൾ തന്നെ നമുക്കെടുത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 2 മണിക്കൂർ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ അരിഞ്ഞത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് നെയ്യ് ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. നെയ്യിൽ ഫ്രൈ ചെയ്തതാണ്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തിടാം. എന്തായാലും ഇത് 2 മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തപ്പോൾ മാവ് ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാകത്തിന് ആക്കിയിട്ട് എടുക്കണം. ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കോരി ഒഴിക്കുന്ന പാകത്തിലാക്കിയിട്ട് മാവ് കലക്കിയെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഈ ഒരളവ് പാകമാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് നല്ല ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുഴി നിറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നെയ്യുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും ഉണ്ണിയപ്പത്തിന്. ഇഷ്ടമില്ലാത്തവർക്ക് അതിനെ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എണ്ണ നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ടീസ്പൂൺ ഒഴിച്ച് കോരി ഒഴിച്ച് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, അകത്ത് വെന്ത് കിട്ടുകയില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചാൽ ഒരാഴ്ചയൊക്കെ പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഴിക്കാനായി. ഞാൻ എപ്പോഴും ഉണ്ണിയപ്പത്തിൽ പഴം ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. ചിലവർ ഇതിൽ പഴം ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇനിയും എൻ്റെ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഉമ്മാസ് കുക്ക് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാനിടുന്ന വീഡിയോസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.